ഹായ് ഓൾ, വെൽക്കം ടു ദീക്ഷ അക്കാഡമി. അപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 3ഉം 4ഉം പരീക്ഷ കഴിഞ്ഞു അല്ലേ? സംസ്കൃതത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞു, എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പേർക്കൊക്കെ എളുപ്പമായിരുന്നിരിക്കും, കുറച്ച് പേർക്ക് ഒന്നും കൂടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും അടുത്ത തവണത്തേക്ക്. നമുക്കിപ്പോൾ സർവീസ് ബാച്ചിൻ്റെ എക്സാം ഉടനെ തന്നെ ഉണ്ടാവും. നമുക്ക് ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു മെയ് 22. ഇപ്പോൾ ഡേറ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, മാർച്ച് 7 വരെ അപേക്ഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ കഴിഞ്ഞ എക്സാം പാസ്സായോ ഇല്ലയോ എന്ന് അറിഞ്ഞാലല്ലേ നമുക്കിനി പ്രിപ്പയർ ചെയ്യണോ വേണ്ട എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളിന്ന് കേട്ടിട്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കാറ്റഗറി 3 പരീക്ഷയുടെ സംസ്കൃതം ചോദ്യപേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ജ്ഞാനപീഠ പുരസ്കാരേണ സമാദൃതഃ പ്രഥമ സംസ്കൃത പണ്ഡിതഃ കഃ? ഓപ്ഷൻസിൽ ജഗദ്ഗുരു രാംഭദ്രാചാര്യ, സത്യവ്രത ശാസ്ത്രി, സുശീൽ കുമാർ ശർമ്മ, മല്ലിനാഥാചാര്യ. ആൻസർ സത്യവ്രത ശാസ്ത്രിയാണ്. 72ാമത്തെ ചോദ്യം. ശൈല ഇവ ഉന്നതാ സന്ത കിന്തു പ്രകൃതി കോമളാഹ അത്ര അലങ്കാരഃ കഃ? ഏതാണ് അലങ്കാരം? വ്യതിരേക അലങ്കാരമാണ്. അടുത്തത് ദണ്ഡിനഃ കാവ്യരചനായാഹ സവിശേഷത ക? ഓപ്ഷൻ എ പദലാളിത്യാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഉണ്ണായി വാര്യർ മഹാശയസ്യ ജീവനചരിതം അവലംബ്യ കൃതം സംസ്കൃത ചലച്ചിത്രം കിം? ഇതിൽ ഇഷ്ടിയുണ്ട്, പ്രിയമാനസ് ഉണ്ട്, അനുരക്തി ഉണ്ട്, പ്രതികൃതി ഉണ്ട്. ആൻസർ പ്രിയമാനസ് ആണ്. അടുത്തത് ആകാശവാണ്യാം സംസ്കൃത വാർത്താ പ്രക്ഷേപണം കഥാ സമാരബ്ധ? ഓപ്ഷൻ സി 1974 തമേ വർഷേ, 1974 തമേ വർഷമാണ് ആകാശവാണിയിൽ സംസ്കൃത വാർത്താ പ്രക്ഷേപണം ആരംഭിച്ചത്. അടുത്തത് ദശാധ്യായി കസ്യ ഗ്രന്ഥസ്യ വ്യാഖ്യാ ഭവതി? ഏതിൻ്റെയാണ്? ബൃഹത് ജാതകത്തിൻ്റെയാണ്. അടുത്തത് നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം വാക്യമിതം കസ്മിൻ ഗ്രന്ഥേ വിദ്യതേ? ഏതിലാണ്? മഹാഭാരതത്തില്. അടുത്തത് സ്വസ്തി പ്രജാഭ്യഃ അത്ര പ്രജാഭ്യാമിത്യസ്യ വിഭക്തി ക? ഏതാണ്? ചതുർത്ഥി വിഭക്തിയാണ്. അടുത്തത് സർഗബന്ധോ കിമുച്യതേ? സർഗബന്ധോ മഹാകാവ്യം. അടുത്തത് ഹേത്വാഭാസാഹ കതിവിധാഹ സന്ധി? ഹേത്വാഭാസാഹ പഞ്ച അല്ലേ? ഓപ്ഷൻ സി പഞ്ചവിധാഹ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഭഗവദജ്ജുകം കസ്മിൻ രൂപക വിഭാഗേ അന്തർഭവതി? ഏതിലാണ്? പ്രഹസന വിഭാഗേ അന്തർഭവതി. അടുത്തത് ദേശാനാം സമൃദ്ധി സുദേശം അത്ര സമാസഃ കഃ? ഓപ്ഷൻ എ അവ്യയീഭാവ സമാസം. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം പ്രഥമ പ്രാപ്തവതി ക? ആ ഓപ്ഷനിലൊരു പ്രശ്നമുണ്ട്, പക്ഷെ നമുക്കിപ്പോൾ നിലവിൽ തന്നേക്കുന്നതിൽ ഓപ്ഷൻ എ പ്രൊഫസർ എം ലീലാവതിയാണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് നചികേതോപാഖ്യാനം കസ്മിൻ ഉപനിഷദി വിദ്യതേ? ഏതിലാണ്? കഠോപനിഷത്തിലാണ് നചികേതോപാഖ്യാനം വരുന്നത്. അടുത്ത 85ാമത്തെ ചോദ്യം. പ്രക്രിയാ സർവസ്വസ്യ കർത്താ കഃ? ആരാണ്? നാരായണ ഭട്ടനാണ്. 86 ജ്ഞാനാധികരണം കിം? ജ്ഞാനാധികരണം ആത്മ. ഓപ്ഷൻ എ ആത്മ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് കർത്തരിപ്രയോഗേ കർത്തൃപദസ്യ വിഭക്തി ക? ഏതാണ്? ഓപ്ഷൻ എ പ്രഥമ വിഭക്തിയാണ് വരുന്നത്. അടുത്തത് നനമയയുതേയം കസ്യ വൃത്തസ്യ ഗണവ്യവസ്ഥ ഭവതി? ഏതാണ്? മാലിന്യാഹ. മാലിനീ വൃത്തത്തിന്റെ ആണല്ലേ നനമയയുതേയം മാലിനീ ഭോഗിലോകൈ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 89ാമത്തെ ചോദ്യം. അസ്ഥി ഇത്യസ്യ ധാതുഹു കഃ? ഏതാണ്? അസുധാതു ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി. അടുത്തത് 90ാമത്തെ ചോദ്യം. ഉപ പ്ലസ് ഇന്ദ്രഃ ഉപേന്ദ്രഃ അത്ര സന്ധിഹി കഃ? എന്താണ്? ഗുണസന്ധിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. അടുത്ത 91ാമത്തെ ചോദ്യം. സുബന്ധു വിരചിതം ഗദ്യകാവ്യം കിം? സുബന്ധുവിൻ്റെത് വാസവദത്തയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ. പിന്നെ വരുന്നത് അപാദാനകാരകസ്യ വിഭക്തി ക? പഞ്ചമി. അപാദാനേ പഞ്ചമി. പഞ്ചമി വിഭക്തിയാണ് അപാദാനകാരകത്തിന്റെ വിഭക്തി വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ശബ്ദഃ കുത്ര വർത്തതേ? ആകാശേ. ശബ്ദഗുണകം ആകാശം. 93ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത 94 ശങ്കരാചാര്യസ്യ ഗൃഹം കസ്യാഹ നദ്യാഹ തീരെ വർത്തതേ? ഏതാണ്? പൂർണ നദ്യാഹ തീരെ വർത്തതേ. അടുത്തത് 95 പ്രജ്ഞാനം ബ്രഹ്മ ഇതി മഹാവാക്യം കസ്മിൻ ഉപനിഷദി വിദ്യതേ? ഏതിലാണ്? ഐതരേയ ഉപനിഷദി. അടുത്ത സമർത്ഥനീയസ്യ അർത്ഥസ്യ സമർത്ഥനം അത്ര കഃ അലങ്കാരഃ? എന്താണ്? സമർത്ഥനീയസ്യ അർത്ഥസ്യ കാവ്യലിംഗം സമർത്ഥനം എന്നാണല്ലേ കാവ്യലിംഗത്തിന്റെ ലക്ഷണം. അപ്പോൾ ഓപ്ഷൻ ബി കാവ്യലിംഗാണ് ആൻസർ ആയിട്ട് വരുന്നത്. പിതൃശബ്ദസ്യ തൃതീയ വിഭക്തി ഏകവചന രൂപം കിം? ഏതാണ്? ഓപ്ഷൻ സി പിത്ര. അടുത്ത രീതി സിദ്ധാന്തസ്യ ആചാര്യഃ കഃ? ഓപ്ഷൻ എ വാമനഃ.
അടുത്തത് ദ്വൈത അദ്വൈത വേദാന്തസ്യ ആചാര്യഃ കഃ. ആരാണ്? നിംബാർക്ക് ആചാര്യൻ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 100ാമത്തെ ചോദ്യം അന്ത്യലഘുഹു ഗണഃ കഃ. ഏതാണ്? ഓപ്ഷൻ ഡി തഗണാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 101 വൈയാകരണ സിദ്ധാന്ത കൗമുദ്യാഹ കർത്താ കഃ. ആരാണ്? ഭട്ടോജി ദീക്ഷിതനാണ് വൈയാകരണ സിദ്ധാന്ത കൗമുദിയുടെ കർത്താവ്. പിന്നെ കതിരൂപകാണി സന്ധി, ദശരൂപകാണി സന്ധി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 103ാമത്തെ ചോദ്യം പ്രദത്തേഷു പ്രതീകാത്മകം നാടകം കിം. പ്രബോധചന്ദ്രോദയം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 104 ചമ്പു രാമായണം കസ്യ കൃതിഹി ഭവതി. ആരുടെയാണ്? ഭോജസ്യ, ഭോജന്റെ കൃതിയാണ് രാമായണ ചമ്പു എന്ന് പറയുന്നത്. അടുത്ത 105 പാടലീപുത്രസ്യ അദ്യതനം നാമ കിം. അത് ഓപ്ഷൻ എ പാട്ന. 106ാമത്തെ ചോദ്യം അഭൂതിത്യസ്യ ലകാരഃ കഃ. ഏതാണ്? ലുങ് ലകാരാണ് അഭൂത് എന്ന് പറയുന്നത്. അടുത്തത് വിക്രമാംഗദേവചരിതസ്യ കർത്താ കഃ. വിക്രമാംഗദേവചരിതം എന്ന് പറയുന്നത് ബിൽഹണന്റെ കൃതിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് അദ്വൈതിനാ മതേ കതി പ്രമാണാനി സന്ധി. എത്രയാണ്? 6 പ്രമാണങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 109ാമത്തെ ചോദ്യം നാമലിംഗാനുശാസനം കസ്യ ഗ്രന്ഥസ്യ അപരം നാമം ഭവതി. ഏതിൻ്റെയാണ്? അമരകോശത്തിന്റെ മറ്റൊരു പേരാണ് നാമലിംഗാനുശാസനം എന്ന് പറയുന്നത്. 110ാമത്തെ ചോദ്യം ദശലകാരേഷു കഹ ലകാരഃ വേദേ ഏവ പ്രയുജ്യതേ. ഏതിലാണ്? ഓപ്ഷൻ സി ലേറ്റ് ആണ് വരുന്നത്. ആത്മബോധഃ അദ്വൈത വേദാന്തസ്യ കീദൃശഃ ഗ്രന്ഥഃ ഭവതി. സ്തോത്രഗ്രന്ഥാണോ, പ്രകരണ ഗ്രന്ഥാണോ, ഭാഷ്യഗ്രന്ഥാണോ, അനൂദിന ഗ്രന്ഥാണോ? ഏതാണ്? പ്രകരണ ഗ്രന്ഥം. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 112ാമത്തെ ചോദ്യം ശരീരമാദ്യം ഖലു ധർമ്മസാധനം കസ്യ സംസ്ഥായാഹ ധ്യേയവാക്യം ഭവതി. ഏതിൻ്റെയാണ്? എയിംസിൻ്റെ ആണ് അല്ലേ? അത് ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് ഋഗ്വേദസ്യ പ്രഥമം സൂക്തം കിം. ഏതാണ്? ഓപ്ഷൻ ബി അഗ്നിസൂക്താണ് ഋഗ്വേദത്തിന്റെ ആദ്യത്തെ സൂക്തം. 114ാമത്തെ ചോദ്യം സമാസാഹ കതിവിധാഹ സന്ധി. ഓപ്ഷൻ സി പഞ്ചവിധാഹ സന്ധി. അടുത്തത് 115 ഉപമാലങ്കാരെ ഇവ ശബ്ദ കിം. ഇവ എന്ന് പറയുന്നത് ഉപമാവാചകാണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 116ാമത്തെ ചോദ്യം ഭാരതീയ ജ്യോതിശാസ്ത്രം അനുസൃത്യ കതിഗ്രഹാഹ സന്ധി. ഓപ്ഷൻ എ അഷ്ടഗ്രഹാഹ സന്ധി. അടുത്തത് വേദാന്തസാരസ്യ കർത്താ കഃ. ഓപ്ഷൻ എ സദാനന്ദാചാര്യനാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 118ാമത്തെ ചോദ്യം 1980 തമേ വർഷേ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരേണ സമാദൃതഃ സംസ്കൃത പണ്ഡിതഃ കഃ. ഓപ്ഷൻ ബി പി സി ദേവസ്യാണ് ആൻസർ ആയിട്ട് വരുന്നത്. 119ാമത്തെ ചോദ്യം നാഗാനന്ദം നാമ രൂപകസ്യ കർത്താ കഃ. ആരാണ്? ഹർഷനാണ് അല്ലേ? ഹർഷവർദ്ധൻ എന്നാണ്. ഓപ്ഷൻ ബി, ഇതിൽ ശ്രീഹർഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് രാജതരംഗിണി കസ്മിൻ കാവ്യ വിഭാഗേ അന്തർഭവതി. ഓപ്ഷൻ സി ചരിത്രകാവ്യേ. അടുത്ത 121 അധോദത്തേഷു സംസ്കൃതോത്സവ സ്പർദ്ധ ക. ഓപ്ഷൻ ബി കൂടിയാട്ടം. അടുത്ത 122 കേരളെ IASC കുത്ര വർത്തതെ. എവിടെയാണ്? തൃശ്ശൂരാണ്. 123ാമത്തെ ചോദ്യം സാൻസ്ക്രിറ്റ് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഇത്യസ്യ സംസ്കൃത രൂപം കിം. എന്താണ്? സംസ്കൃത ധിഷണാവൃത്തി പരീക്ഷ എന്ന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 124ാമത്തെ ചോദ്യം പരിനിഷ്ഠാപത്രം അല്ലെങ്കിൽ ബ്ലൂ പ്രിന്റ് കേന സംബന്ധം. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമ്മുടെ മൂല്യനിർണ്ണയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ? അപ്പൊ പ്രശ്നപത്രേണ എന്നുള്ളത് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് അധോദത്തേഷു ദൃശ്യശ്രവ്യോപകരണം കിം. ഏതാണ്? ദൂരദർശനം. അടുത്ത ആഗമന നിഗമന പ്രണാളി കസ്യ ശിക്ഷണായ സ്വീകരോതി. അത് വ്യാകരണ ശിക്ഷണത്തിന്റെ പ്രണാളിയാണ് അല്ലേ? ഇപ്പൊ 126ന്റെ ആൻസർ ഓപ്ഷൻ ഡി വ്യാകരണ ശിക്ഷണായ. 127 ഉച്ചവിദ്യാലയ അധ്യാപകാനാം നിയമനാധികാരി കഹ. അത് ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. DDE ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് പഠന പ്രവർത്തന നിർവഹണാവസരെ അധ്യാപകഃ ഛാത്രൈഃ അനുഭൂതാഃ ക്ലേശാഃ തസ്യ പരിഹാരാശ്ച കുത്ര പ്രസ്താവയതി. എവിടെയാണ്? പ്രതികരണപുടേ. 129ാമത്തെ ചോദ്യം ക്രീഡാവസരെ ഛാത്രഃ വ്രണിതഃ തസ്മിൻ അവസരെ അധ്യാപകേന ന കരണീയം ഭവതി. ഏതാണ് ഇതിൽ പറ്റാത്തത്? ഛാത്രം താടേതി. അതാണ് ന കരണീയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. 130ാമത്തെ ചോദ്യം ശിക്ഷണ സൂത്രാനുസാരം ജ്ഞാതാത് ഡാഷ് പ്രതി അഭിലഷണീയ. ജ്ഞാതാത് അജ്ഞാതം പ്രതി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത NCERT ഇത്യസ്യ സംസ്കൃതാനുവാദഃ കഥ. എങ്ങനെയാണ്? ഓപ്ഷൻ സി രാഷ്ട്രീയ ശൈക്ഷികാനുസന്ധാന
പ്രശിക്ഷണ പരിഷത്ത് എന്നാണ് NCERTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി 132ാമത്തെ ചോദ്യം, ഹസ്തപുസ്തകം കമുദ്ദിശ്യ കൃതം വർത്തതേ. ആര് ഉദ്ദേശിച്ചിട്ടാണ്? അധ്യാപകമുദ്ദിശ്യ. 133, വസ്തുനിഷ്ഠ മാതൃകായാः ഉദാഹരണം ഭവതി സാധു അസാധു വിവേചനം. ഓപ്ഷൻ സി. 134, ഭാഷാപഠനസ്യ ദ്വിതീയം സോപാനം കിം. ഏതാണ്? ഭാഷണമാണ് ഭാഷാപഠനത്തിന്റെ ദ്വിതീയം സോപാനം. അടുത്ത ചോദ്യം, സങ്കലിത ശിക്ഷ കേശാം ഛാത്രാണാം ഉദ്ദിശ്യ ഭവതി. ആരെയാണ്? ബഹുമുഖ വൈകല്യയുക്താനാം ഛാത്രാണാം ഉദ്ദിശ്യ ഭവതി സങ്കലിത ശിക്ഷ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തസ്യ ആവിഷ്കർത്ത കഹ. ഗാർഡനറാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ പ്രൊപ്പണന്റ് എന്ന് പറയുന്നത്. ഇനി അധോദത്തേഷു ഗദ്യശിക്ഷണ വിധി കഹ. ഏതാണ്? വ്യുത്പത്തി വിധിയാണ് ഗദ്യശിക്ഷണ വിധിയിൽ വരുന്നത്. പിന്നെ പദസമ്പത്തിം വർദ്ധയിതും സഹായക വിധി കഹ. ഏത് വിധിയാണ്? കോശവിധിയാണ് പദസമ്പത്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന വിധി എന്ന് പറയുന്നത്. നെക്സ്റ്റ് 139ാമത്തെ ചോദ്യം, ഏകസ്യ വർഷസ്യ കൃതേ ക്രിയമാണം ആസൂത്രണം കൃ. എന്താണ്? ഓപ്ഷൻ സി വാർഷികാസൂത്രണം. അടുത്തത് ഭാഷാ നൈപുണ്യ വികാസായ SCERT സംസ്ഥയാ നിർമ്മിത ഗ്രന്ഥാവലീക. അത് ഓപ്ഷൻ ഡി ബാലഹിതൈഷിണി. 141ാമത്തെ ചോദ്യം, കേരളീയ ഗുരുകുല സമ്പ്രദായേ പ്രഥമം ഡാഷ് കാവ്യം പാഠയതി സ്മ. ശ്രീരാമോദന്ത കാവ്യം പാഠയതി സ്മ. 142, കേരളേ സംസ്കൃത വിദ്യാഭ്യാസ പരിഷ്കരണായ 1973 തമേ വർഷേ നിയുക്തസ്യ സംസ്കൃതായോഗസ്യ അധ്യക്ഷഃ കഃ. ആരാണ്? ഡോക്ടർ NV കൃഷ്ണവാര്യർ. 143, ആഗമന പ്രതിമാനസ്യ ഇൻഡക്റ്റീവ് മോഡൽ ഇത്യസ്യ പ്രയോക്ത കഃ. ഏതാണ്? ആരാണ്? ഗിൽട്ട ജാബയാണ് എന്തെന്ന് പറയുന്ന ഇൻഡക്റ്റീവ് മോഡലിന്റെ പ്രയോക്താവായിട്ട് വരുന്നത്. 144, പ്രതികരണം റെസ്പോണ്ടിങ് നാമ വികസന സ്തരഃ കസ്മിൻ ക്ഷേത്രേ അന്തർഭവതി. വൈകാരിക ക്ഷേത്രേ അന്തർഭവതി. അടുത്തത് ശിക്ഷാവല്ലി കസ്യാം ഉപനിഷദി ഭവതി. കഠോപനിഷദി ഭവതി. 146, ഗുരുകുല പദ്ധതി ഇതി പ്രസിദ്ധ പദ്ധതി ക. ഏതാണ്? ഓപ്ഷൻ എ പാഠശാല പദ്ധതി. 147, NEP 2020 അനുസൃത്യ ശിക്ഷണഘട്ട സോപാനാനി കീദൃശാനി. 5+3+3+4. ഓക്കെ. 148, ദശമകക്ഷാപര്യന്ത നൂതന കേരള പാഠാവലി സംസ്കൃതം കസ്യ ആധാരേണ സജ്ജീകൃത. KCF 2023 ഇത്യസ്യ ആധാരേണ സജ്ജീകൃത. ഓക്കെ. 149, ചേഷ്ടാവാദാനുസാരം പാഠയോജനായാം കതി കോഷ്ടകാനി സന്തി. ഓപ്ഷൻ ബി 3. 150ാമത്തെ ചോദ്യം, അധോ നിർദ്ദിഷ്ടേഷു സംസ്കൃത ചലച്ചിത്രം കിം. ഓപ്ഷൻ ഡി ഭഗവത്ഗീത ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംസ്കൃതം പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. ഇതിൽ സംസ്കൃതവും മലയാളവും പെഡഗോജിയും കൂടെ ആൻസർ ചെയ്ത് നോക്കുക. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് 82 ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി എന്നാണ് അർത്ഥം. ഇനി പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മൾ ഇന്ന് മുതൽ ക്ലാസ്സുകൾ യൂട്യൂബിൽ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സംസ്കൃതം കേട്ടിട്ട് 3ഉം 4ഉം ഇനി മുതൽ പഠിക്കാം. നമുക്ക് ക്ലാസ്സുകൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇനി മുതൽ വർക്ക് ചെയ്യുക. ടൈം ടേബിൾ അനുസരിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഞാൻ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് സംസ്കൃതം കേട്ടിട്ട് കാറ്റഗറി 3ഉം 4ഉം പഠിച്ചു തുടങ്ങാം. ഈ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് 1-2 മാർക്കിനൊക്കെ വ്യത്യാസം വന്നവരുണ്ടാവും. ആരും വിഷമിക്കേണ്ട. നമുക്ക് അടുത്ത പരീക്ഷ ഉടനെ തന്നെ വരുന്നുണ്ട്. സർവീസ് ബാച്ചുകാർക്ക് പ്രത്യേകം ബാച്ചുകളായിട്ട് നമ്മൾ ക്ലാസ് ഫ്രീ ബാച്ച് തുടങ്ങുകയാണ്. അപ്പം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ യൂട്യൂബിൽ ചാനലിൽ തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് അതിൽ കാണുകയാലും ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്